പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാസയോഗം ഇന്ന് നടക്കുവാനിടയായി തീർന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനിടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹസ്രാബ്ദത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നു. വീണ്ടും ചില കാര്യങ്ങളുടെ ഓർപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് കയറുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ആ സമയത്ത് ലോകജാതികൾ ഇസ്രായേലിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടും. എല്ലാ ലോകജാതികളും ഇസ്രായേലിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. ഒന്ന് വായിച്ചാട്ട്. യെശയ്യാ പ്രവാചകന്റെ അങ്ങനെ യഹോവ മിസ്രയീമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയീമിൽ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 23 വാക്യങ്ങളാണ്. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. മിസ്രയീമ്യർ അശൂര്യരോടുകൂടി ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ച് എൻ്റെ ജനമായ മിസ്രയീമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. പ്രൈസ് ലോർഡ്. ദൈവമായ കർത്താവ് ആ സമയത്തിൽ ആ ചുറ്റും കിടക്കുന്ന മിസ്രയീമ്യരും അശൂര്യരും യെരൂശലേം ഇസ്രായേൽ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ യെരൂശലേമിൻ്റെ അവസ്ഥകളൊക്കെ ദേവാലയവും നശിച്ചു കിടക്കുന്നു. അതുപോലെ ആരാധന ഇപ്പം ഇല്ല. എന്നാൽ യെരൂശലേം സഹസ്രാബ്ദ വാഴ്ചയാകുമ്പോഴത്തേക്ക് ആ വാക്യം എല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ യെരൂശലേം പുതുക്കപ്പണിയുകയും ആലയം പുതുക്കപ്പണിയും ആരാധന നടത്തപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ യെരൂശലേമിൽ എന്തില്ല? ആരാധനയില്ല. ഈ രീതിയിൽ അന്നത്തെ പഴയ യെരൂശലേം ദേവാലയത്തിൻ്റെ രീതിയിലുള്ള ആരാധനയില്ല. എന്നാൽ സ്തോത്രം, ആ സമയം ആരാധന ക്രമമാകുവാനിടയാകും. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ സകല ഭൂമിയിലും രാജാവാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയിൽ സ്തോത്രം, 1000 ആണ്ട് വാഴ്ചയിൽ യഹോവ സകല ഭൂമിയിലും രാജാവാകും. സ്തോത്രം. നമ്മുടെ ദൈവമായ കർത്താവ് സകല ഭൂമിയിലും രാജാവാകും. എല്ലാ ജാതികളും അവനെ എന്തു ചെയ്യും? ആരാധിക്കും. എല്ലാ ജാതികളും. സ്തോത്രം. ആ സമയമുള്ള ജാതികൾ അവനെ ആരാധിപ്പാനായിട്ടിടയായിത്തീരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം കൂടെ വായിച്ച് സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സഹസ്രാബ്ദത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറെ ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അന്നാരും പറയണ്ട. സകല ജാതികളും യോഗത്തിന് വരാനൊന്നും ആരെയും വിളിക്കണ്ട. എല്ലാവരും അങ്ങ് ചെല്ലും. സകല ജാതികളും എന്തു ചെയ്യും? ഒഴുകിച്ചെല്ലും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ സമയം സാത്താനെ ബന്ധിച്ചിരിക്കുക കേട്ടോ. സാത്താനെ ബന്ധിച്ചിരിക്കുക. അതുകൊണ്ടാണ് സ്തോത്രം ഇത് ഇങ്ങനെ ഒഴുകിച്ചെല്ലുന്നത്. ഇപ്പം സാത്താനെ ബന്ധിച്ചിട്ടില്ല. ഇപ്പം സാത്താൻ അവന് കളിക്കാവുന്ന കളി മുഴുവൻ കളിച്ചുകൊണ്ടായിരിക്കുന്നത്.
അത് ജാതികളുടെ ഇടയിലും നമ്മുടെ ഇടയിലും പാസ്റ്റർമാരുടെ ഇടയിലും എല്ലാം സാത്താൻ ശരിക്ക് കളിക്കുന്നുണ്ട്. ഈ സാത്താൻ ആ കളിക്കുന്നെന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. എന്നുവെച്ചാൽ ജഡരക്തങ്ങളോട്, വ്യക്തികൾ തമ്മിലല്ല പോരാട്ടം. ഇവരിൽ കൂടി വ്യാപരിക്കുന്ന ഒരു വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അന്ധകാരത്തിൻ്റെ ആ ദുഷ്ടാത്മസേന, അവയോടാ പോരാട്ടം. ഇന്ന് മനുഷ്യർ തമ്മിലാ പോരാട്ടം. അതാ മനസ്സിലാകാത്ത. പിശാചിനറിയാം അവന് സമയമില്ലെന്ന്. അതുകൊണ്ടാണ് ലോകത്ത് ആത്മഹത്യ കൂടുന്നു, പിടിച്ചുപറി കൂടുന്നു, ബലാത്കാരം കൂടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈയിടെ നമ്മൾ വാർത്തകളിലൊക്കെ ഓരോന്ന് കാണുന്നതാണ്. സ്വർണത്തിന് ഒരു പവന് 90,000 രൂപ കടന്നു. ഇന്നലെ എങ്ങാണ്ട് 1000 രൂപ എങ്ങാണ്ട് കുറഞ്ഞെന്ന് പറയുന്നു. 90,000 രൂപ കഴിഞ്ഞു. അതുകൊണ്ട് മുക്കുവണ്ടം പോലും ഇട്ടുകൊണ്ട് നടക്കരുതെന്ന്. കാരണം മുക്കുവണ്ടമാണോ ഇതാണോ എന്ന് ആളുകൾ ഉരച്ചു നോക്കുകയല്ലോ. ആഭരണമാണെന്ന് ഓർത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത് മാത്രമല്ല, തൊഴിലുകളില്ലാതിരിക്കുന്നൊരു കാലമാണ്. തൊഴിലും വേലയും ജോലിയും എല്ലാം കുറഞ്ഞു. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മുടെ ഇവിടെ ആളുകൾക്ക് തൊഴിലുണ്ടെന്ന് പറഞ്ഞാലും കെട്ടിടം പണികളൊന്നും അധികം നടക്കുന്നില്ല. ഒത്തിരി ആളുകൾക്ക് ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. അപ്പം അവരെന്തോ ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാതിരിക്കാൻ പറ്റുമോ? മനുഷ്യൻ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അത് വല്ലാത്തൊരു കാലം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പുറകിൽ ആ ടാങ്കിനകത്തൊരു ഒച്ച കേട്ടു. ഒച്ച കേട്ടപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് 2-3 തവളയുണ്ട്, 5-8 തവളയുണ്ട്. അപ്പോൾ ഒച്ച കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പാമ്പ് വല്ലതും വന്ന് ഇറങ്ങിയതാണെന്ന് ഓർത്തു. ഞാൻ അടുത്ത് ചെന്ന് നോക്കി പാമ്പ് വല്ലതും വെള്ളത്തിൽ തവളെ പിടിക്കാൻ ഇറങ്ങിയെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സാധാ തവള, വലിയ വലുപ്പമൊന്നുമില്ല, അതിനോട് അടുത്തടുപ്പിച്ചുള്ളൊരു തവളെ വെട്ടി. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അത് പട്ടിണി കിടക്കുക. ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്തൊന്നും ചാടിപ്പാനും പറ്റുന്നില്ല. കാരണം മോളിൽ നെറ്റ് കിടക്കുക, ഇതിന് ചാടിപ്പാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ചാടിപ്പോകാനും പറ്റുന്നില്ല. അവസാനം അതിനെ വെട്ടി. ഇതിൻ്റെ വായിക്കൊള്ളുകയില്ല, അതിനെ ഇറക്കണ്ടേ. കാരണം ഇതിനോട് അതാണ് വെള്ളത്തിൽ കിടന്ന വലിയ ഓളം ഞാൻ കണ്ടത്. അപ്പം ഒരു കണക്കിന് കുറേ നേരം ഞാൻ നോക്കി നിന്നു. പകുതി തലയെല്ലാം കയറി, 4 ശകലം പുറത്തോട്ട് നിൽക്കുന്നേ ഉള്ളൂ. കാരണം അതിനോളം അടുപ്പിച്ചുള്ളൊരു തവളയാണ് ഇത് വെട്ടിയത്. ഞാൻ പറഞ്ഞ നിവൃത്തിയില്ല, എന്നെ ചെയ്യും? പട്ടിണി കിടന്ന് ഊപ്പാട് കിടക്കുമ്പം ഈ സ്വർണ്ണം എല്ലാം കൂടെ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ എന്തോ ചെയ്യും? അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു കാലമാണ്. അതുപോലെ പിശാചും ഇപ്പം എങ്ങനെ എന്ത് ചെയ്യുക? ഓടി നടക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കാൻ വേണ്ടി പിശാച് ഓടി നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിൽ പറഞ്ഞു കേൾക്കുന്ന എല്ലാത്തിനും ചെവി കൊടുക്കരുത്. അതിൻ്റെ വഴിയിൽ കൂടെ പോട്ടെ. പണ്ട് പിള്ളേരോട് സാറ് ചോദ്യം ചോദിച്ചപ്പോൾ ഈ ചെവിക്ക് എന്തിനാണ് 2 തുള കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിലേ കൂടെ കയറി അതിലേ കൂടെ പോകാനാണ്. എന്ന് വെച്ചാൽ ഇതിലേ കൂടെ കയറി അതിലേ കൂടെ അങ്ങനെ അങ്ങ് പോയാൽ നമുക്ക് വല്ല പ്രഷറും ഉണ്ടോ? ഹല്ലേലൂയ. നമുക്ക് വല്ല പ്രഷറും ഉണ്ടോ? പറഞ്ഞു കേൾക്കുന്ന ചില ആളുകൾ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് 4 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം, ശ്രദ്ധിക്കണേ, സ്തോത്രം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് സഹസ്രാബ്ദത്തിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ നിർത്തും. ഇനി അതിനെക്കുറിച്ച് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം ഈ എഴുതിയേക്കുന്ന ഓരോ ഘടനകളും ഭാഗങ്ങളും വെച്ച് നോക്കുമ്പം
ചിലത് നമുക്ക് സംശയം തോന്നും, ഇതെന്നാ ഇങ്ങനെ വരുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞു, അതിനുശേഷം ഇടയ്ക്ക് വേറെ പുനരുത്ഥാനം വരുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ സിംഹാസനം എന്ന് പറയുമ്പോൾ ജയാളികൾക്കുള്ള പ്രതിഫലവും, സിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ വാഴ്ചയായിട്ടാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം വാഴാനുള്ളവരാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, സിംഹാസനവും സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ വാഴ്ച. വാഴ്ച, നമുക്കൊരു സിംഹാസനമുണ്ട് എന്ന് പറഞ്ഞാൽ അധികാരം, വാഴ്ചയെ കാണിക്കുക. അത് 2 തീമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. 2 തീമോഥെയോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോയെന്നുള്ളേ ഉള്ളൂ. പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എപ്പോഴും സുഖവാസമാണെന്ന് നാം ചിന്തിക്കരുത്. പല പ്രയാസങ്ങൾ, നമ്മളിപ്പോഴും എന്തെല്ലാം നിന്ദകൾ, ഇല്ലാവചനങ്ങൾ, പള്ളുകൾ എന്തെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ പണിയാക്കള്ളന്മാരാണെന്നും തൊഴിലില്ലാത്തവരാണെന്നും മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് കേൾക്കുന്നത്? പല ആളുകളും നമ്മളെ ഒരു കാര്യങ്ങൾക്ക് അടുപ്പിക്കുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. കാരണം നമ്മൾ കർത്താവിന് വേണ്ടി അത് സഹിക്കുക. നമ്മൾ വേദവിരോധികളാണെന്ന് പറയുന്നവരുണ്ട്, വചനത്തിന് വിരുദ്ധമായി നടക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ചില ആളുകൾ പറയുന്നത്, നിങ്ങളിങ്ങനെ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വരുമാനം കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. വരുമാനം ഇങ്ങനെ അമേരിക്കയിൽ നിന്നുമൊക്കെ വരുവാണ് എന്ന് പറയുന്നവരുണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടണമെങ്കിൽ അവനോടുകൂടി എന്ത് ചെയ്യണം? കുറേ കാര്യം സഹിക്കണം. കുറേ കാര്യം നമ്മൾ സഹിക്കാതെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത എന്തു ചെയ്യുന്നു? പ്രത്യാശയെയും എന്തു ചെയ്യാണ്? ഉളവാക്കുക. ഹല്ലേലൂയ. നമ്മളെ എത്രയോ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നറിയാമോ? പുറമേ ഉള്ള അനുഭവമല്ല, നമ്മളെക്കുറിച്ചെല്ലാം നല്ലതല്ല ആളുകൾ പറയുന്നത്. നമ്മുടെ ആളുകൾ പോലും നമ്മളെക്കുറിച്ച് ദോഷം പറയുന്നവരുണ്ട്. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു വെളിപ്പാടാണ് കിട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ചിന്ത അവരെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ദോഷം ആരെങ്കിലും തല പൊങ്ങുന്നത് ഇഷ്ടമാണോ? ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. നമ്മളെല്ലാം വീടുകളിൽ സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടിയാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ അതിന് വിഷമമുള്ള ആളുകളുണ്ട്. ഹല്ലേലൂയ. ചില വീടുകളിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലും സന്തോഷമില്ലാത്ത വീടുകളുണ്ട്. അപ്പനും അമ്മയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്ത മക്കളുണ്ട്. മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ മനസ്സില്ലാത്ത അമ്മയപ്പന്മാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ എല്ലാം ഇന്ത്യയും പാകിസ്ഥാനും പോലെ എപ്പോഴും ഒരു പൊട്ടിത്തെറിക്കുന്ന അനുഭവമാണ്. എന്ത് ചെയ്താലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്, ഞാനും പലപ്പോഴും പറയാറുണ്ട്. ഒരു വീട്ടിലെന്നും വഴക്കാണ്. അപ്പോൾ അന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വഴക്കും ഉണ്ടാക്കാൻ, അമ്മച്ചി നോക്കിയപ്പോൾ ഒരു വഴക്കും ഉണ്ടാക്കാൻ കാരണം കിട്ടുന്നില്ല. ഒരു വഴക്കം ഉണ്ടാക്കാൻ കാരണമില്ല. കാരണം അന്ന് ശാന്തമാണ്. അപ്പോൾ പുള്ളിക്കാരി നല്ല വെയിൽ ഉദിച്ച് വരുക. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആ ചങ്ങഴി എന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്ത് വെയിലത്തോട്ട് വെച്ചു. ചങ്ങഴി എടുത്ത് വെയിലത്തോട്ട് വെച്ചാൽ വെയിൽ കൊണ്ടാൽ പൊട്ടിപ്പോവും. ചങ്ങഴി എന്ന് പറയുന്നത് ഒരിടങ്ങഴി, ചങ്ങഴി എന്നല്ലേ പറയുന്നത്? ചങ്ങഴി തെക്കോട്ട് ചങ്ങഴി എന്ന് പറയും. ഇവിടെ എന്നാ പറയുന്നത്? എടങ്ങഴി, തെങ്ങഴി, ലങ്ങഴി. അപ്പം ഞാൻ അന്ന് തെക്കൻ ഭാഷ പറയാം. ചങ്ങഴി എന്ന് വെച്ചാൽ 4 നാഴി കൊള്ളുന്നതാണ് ഒരിടങ്ങഴി അരി.
ആ ഇടങ്ങഴി അരി അളക്കുന്ന പാത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ ചങ്ങഴി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതുവരെ ആ ഭാഷ മനസ്സിലായിട്ടില്ല കേട്ടോ. 4 നാഴി കൂടുന്നതാണ് ഒരിടങ്ങഴി. പിള്ളേരെങ്കിലും കേട്ട് പോട്ടെ, കേട്ടിട്ട് 4 നാഴി കൂടുമ്പോൾ ഒരിടങ്ങഴി, 10 ഇടങ്ങഴി കൂടുമ്പോൾ ഒരു പറ. അങ്ങനെയാണ് കണക്ക്. സ്റ്റീവൊക്കെ കേട്ടോ, സ്റ്റാനവും. 4 നാഴി കൂടുന്നത് ഒരിടങ്ങഴി, 10 ഇടങ്ങഴി കൂടുന്ന ഒരു പറ. അപ്പോൾ ഈ ചങ്ങഴി എടുത്ത് വെയിലത്ത് വെച്ചു. വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് നല്ല സ്നേഹത്തിലാണ് വന്ന് ചോദിച്ചത്, അമ്മ എന്തിനാ അമ്മ ആ ചങ്ങഴി എടുത്ത് വെയിലത്ത് വെച്ചേക്കുന്നത്? പിന്നെ അതേ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എടി ഇത് എൻ്റെ അപ്പം തന്നതാ, ഞാൻ ചങ്ങഴി വെയിലത്ത് വെക്കുകയോ വെള്ളത്തിലിടുകയോ ചെയ്യും, നീ ആരാ ചോദിക്കാൻ? നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വഴക്ക്, ഞാൻ എന്തെല്ലാം വഴക്ക് കേട്ടിട്ട് കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരിക്കൽ പറഞ്ഞാൽ, ഞാൻ ഷീറ്റ് അടിക്കാൻ പോകുമ്പം തിരുവല്ലയില്ല, ഷീറ്റ് അടിക്കാൻ പോകുമ്പം ഒരു അമ്മയും അമ്മോളും കൂടെ വഴക്കുണ്ടാക്കുക. റോഡ് സൈഡിലാണ് ഭയങ്കര വഴക്ക്. അമ്മ അങ്ങോട്ട് ചൂടായിച്ച് പറഞ്ഞു, ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞു, ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നാണയത്തിൽ അവിടെ അവൾ തിരിച്ചു പറഞ്ഞു, തള്ളയെ നിങ്ങളല്ലേ ആദ്യം വന്നത്, നിങ്ങളാദ്യം ഇറങ്ങുക, എന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങാം. അപ്പോൾ ഞാൻ കൊച്ചിലെ ഈ പിള്ളേരുടെ പ്രായത്തിൽ അതൊന്നും ഇതുവരെ മനസ്സിൽ നിന്ന് മാറ്റിട്ടില്ല. അവർ പറഞ്ഞ കാര്യം ഇതാ, ആദ്യം നിങ്ങൾ വന്ന് നിങ്ങളാദ്യം ഇറങ്ങുക, പിന്നെ ഞാൻ ഇറങ്ങാം. അപ്പം അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയാണ് ലോകത്തിൽ ഉള്ള. ബൈബിൾ ക്ലാസ്സിലാണെന്ന് പറഞ്ഞാലും ഈ കാലത്ത് ആത്മീയ ലോകത്തും ഒരുത്തൻ ഉയരുന്നത്, ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ഒരുത്തൻ ഉയരുന്നത് വേറൊരുത്തൻ ഇഷ്ടമല്ല. അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ പോകുന്നത്. കാരണം അതുകൊണ്ടാണ് ഇതിനെ അന്ത്യകാലമെന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ദൈവസ്നേഹമുണ്ടോ ഇപ്പം? ഇല്ല. ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിലതൊക്കെ സഹിച്ചാൽ മാത്രമേ, ഹല്ലേലൂയ, സഹിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വാഴാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാനൊരു കാർട്ടൂൺ കണ്ടു. കാർട്ടൂൺ കണ്ടപ്പം ഒന്ന് നമുക്ക് കേൾക്കാൻ മേലിലേയും കാർട്ടൂണിൻ്റെ കഥ മനസ്സിലായി. ഒരുത്തൻ ഓഫീസിൽ നിന്ന് വരുവാ. അപ്പം ഭാര്യ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കുക, വായുടെ ഫ്രണ്ടിൽ പ്ലാസ്റ്റർ അങ്ങ് ഒട്ടിച്ചേക്കുക. അപ്പം ഇത് കോളിംഗ് ബെല്ലടിച്ചു, അവൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പം വായി പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കുക. അപ്പോൾ അവൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്നാണെന്നറിയാമോ, അവൻ്റെ ചെവിക്കകത്ത് 2 ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ച് ഫിറ്റ് ചെയ്തേക്കുക. ചെവിക്കകത്ത്, ഞാൻ ഇന്നലെ കണ്ടതാണ്, അവൻ്റെ ചെവിക്കകത്ത് 2 ഡിസ്പോസിബിൾ ഗ്ലാസ് എന്ത് ചെയ്തിരിക്കുക, ഫിറ്റ് ചെയ്തേക്കുക. അപ്പം ഇവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കുകയില്ല, അവൻ എന്ത് പറഞ്ഞാലും ഇവക്ക് വായും തുറക്കാൻ പറ്റില്ല. എന്ത് സമാധാനം! അവിടെ പിന്നെ പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നമില്ല. അപ്പം ഇവിടെ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കുന്നു, അവിടെ. അപ്പം ചിലർ ചോദിക്കും വീതിയുള്ളത് വേണോ ചെറുത് മതിയോ എന്ന്. അവരവരുടെ വായിക്കനുസരിച്ച് ഒട്ടിച്ചാൽ മതി. ചിലതൊക്കെ ഓർഡർ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ കാലം, ഇപ്പോഴത്തെ അന്തരീക്ഷമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെ നോക്ക്. രാഷ്ട്രീയം എടുത്ത് നോക്കിക്കേ. എനിക്ക് ദേശാഭിമാനിയും വരുന്നുണ്ട്, മനോരമയും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കൺഫ്യൂഷനാകും. ഏതാ ശരി ഏതാ തെറ്റെന്ന് നമുക്ക് മനസ്സിലാകില്ല. കാരണം അന്യോന്യം പരസ്പരം എന്ത് ചെയ്യുക, അങ്ങ് കുറ്റപ്പെടുത്തുക. ഹല്ലേലൂയ. ഈ ദിവസം ശബരിമലയിലെ അതിൻ്റെ സ്വർണ്ണപ്പാളി പൂശാൻ പോയത് കാണുന്നില്ല, ചെമ്പ് തകിടായിരുന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഭയങ്കര കേസാണ്, ഭയങ്കര ജുഡീഷ്യൽ അന്വേഷണമാണ് നടക്കുന്നത്. സത്യത്തിൽ ഇത് അയ്യപ്പനല്ലേ അന്വേഷിക്കേണ്ടത്, അയ്യപ്പൻ്റെ സ്വർണ്ണം ആരാ കൊണ്ടുപോയെന്നുള്ള കാര്യം. ഇവരിപ്പോൾ ഓരോരുത്തരെ ആ പുള്ളിയെ കുറ്റം പറയുന്നു, ഈ പുള്ളിയെ കുറ്റം പറയുന്നു, ആ പുള്ളിയെ കുറ്റം പറയുന്നു. സ്തോത്രം. ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. എവിടെ അയ്യപ്പന് പോലും സ്വസ്ഥത അവിടെ കൊടുക്കുന്നില്ല അവർ. ഇങ്ങനൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലത് സഹിച്ചേ പറ്റുള്ളൂ, ചിലത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുള്ളൂ, ചിലത് കേട്ടാൽ കേട്ടില്ലെന്ന് നടിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിങ്കൽ. മനുഷ്യപുത്രൻ തൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം പുനരുത്ഥാനമാകട്ടോ.
ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുനരുത്ഥാനമാണ്. അപ്പം അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയാ, ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു പുനർജനനമുണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ മരിക്കുമ്പോഴാണ് വായിക്കുന്നത്, നമ്മൾ മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്നിട്ട് പൗലോസ് പറയുക, ഗോതമ്പിൻ്റെയോ അല്ല നെല്ലിൻ്റെയോ മണി തിട്ടാൽ അത് ദ്രവിച്ചു പോകും. അത് ദ്രവിച്ചു പോയിട്ട് ദൈവം അതിന് ഇഷ്ടമുള്ളൊരു ശരീരമാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അത് ദ്രവിച്ചു പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് ആദ്യം എന്ത് ചെയ്യും? ദ്രവിച്ചു പോകും. വിത്ത് ദ്രവിച്ചു പോയതിന് ശേഷം സസ്യമുണ്ടാകത്തുള്ളൂ. വിത്ത് ദ്രവിച്ചു പോകും. അപ്പം നമുക്കൊരു പുനർജനനമുണ്ട്. ഇത് ദ്രവിച്ചു കഴിയുമ്പോൾ നമുക്ക് വേറൊരു പുനർജനനമുണ്ട്. നമ്മൾ നായായിട്ടോ പോത്തായിട്ടോ ഒന്നും ജനിക്കത്തില്ല. നമ്മൾ കർത്താവിനോടൊത്ത് മഹത്വമുള്ള ശരീരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, മഹത്വമുള്ള ശരീരം. അപ്പോൾ പുനർജനനമുണ്ട്. അന്നത്തെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുനർജനനത്തിങ്കൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ. നമ്മൾ ആദ്യമായി വായിച്ചത്, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു എന്നാ പറയുന്നത്. വെളിപ്പാടിൽ നമ്മൾ കാണുക, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും എന്ത് ചെയ്യും? പുനർജനനത്തിങ്കൽ. അങ്ങനൊരു അനുഭവമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം പോകും കേട്ടോ. ഈ ശരീരം തന്നെ ഉടഞ്ഞെന്ത് ചെയ്യും? തീരും. ഹല്ലേലൂയ. ഈ ശരീരം തന്നെ ഉടഞ്ഞു തീരും. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ അറിയാം. ശരീരം മരിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ മുതൽ അഴുകാൻ തുടങ്ങും. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് 10-15 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വയറ് പൊട്ടി ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു വരും. അപ്പോഴത്തേക്ക് മണ്ണിലുള്ളതെല്ലാം ചെന്ന് അത് തിന്നും. ആ സൂക്ഷ്മജീവികൾ അത് തിന്നും. 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊട്ടും. അവസാനം എന്തോ കാണും? ഇട്ടേക്കുന്ന പോളിസ്റ്ററിൻ്റെ തുണിയോ ഉടുപ്പൊക്കെ ആണെങ്കിൽ അത് കുറേ കാലത്തേക്കൂടെ കാണും. എല്ലാം തീരും. ഹല്ലേലൂയ. ഞാനും ഓർത്തു, ഒത്തിരി പേരുടെ ശവം അടക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ നമുക്ക് സങ്കടമാണ്, അങ്ങ് അടക്കിയിട്ട് പോരാൻ നമുക്ക് ദുഃഖം വരും. നമ്മളോട് സ്നേഹമുള്ള ആളുകൾ എല്ലാം അങ്ങ് പോവുകയല്ലേ. അത് കഴിഞ്ഞ് ഞാൻ അടക്കിയിട്ട് വന്നിട്ട് രാത്രിയും പിറ്റേ ദിവസവും ഒക്കെ ചിന്തിക്കും. നിങ്ങളെ ആയിരിക്കരുത് പേടിച്ച് ചിന്തിക്കുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും ആ ബോഡിയുടെ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അത് വീർത്തോ? ഇച്ചിടെ വീർത്ത് വരുമ്പോൾ ആ കൊളുത്തിട്ടേക്കുന്ന പെട്ടിയുടെ കൊളുത്തൊക്കെ എന്ത് ചെയ്യും? തട്ടിപ്പോകും, അല്ലെങ്കിൽ താഴോട്ട് പോകും. ഒരു ഞാൻ ചിന്തിക്കും. ഞാനത് മനസ്സിൽ പേടിച്ചിട്ടല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കരുത് ഇനിയും പാസ്റ്റർ അത് പേടിച്ച് കിടക്കുമെന്ന്. അതല്ല, ഈ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുകയും സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുകയും, ദൈവത്തിൻ്റെ ഈ രാജ്യമല്ല കേട്ടോ, അന്നത്തെ രാജ്യത്തിൽ ഇസ്രായേൽ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ നിന്ന് തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും. ഇസ്രായേൽ ഗോത്രം 12-നെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും. സ്തോത്രം. അപ്പോൾ അവിടെ ഭക്ഷണമുണ്ടോ ഇതുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഭക്ഷിക്കണമെങ്കിൽ ഭക്ഷിക്കാം. നമുക്ക് എനർജിക്ക് വേണ്ടി ഭക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ ഈ ലോകത്ത് ജഡത്തിലിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ ആവശ്യം. ഇത് വർക്ക് ചെയ്യാൻ നമുക്കൊത്തിരി ഭക്ഷണം പ്രായമായി കഴിഞ്ഞാൽ വേണ്ട കേട്ടോ. കുറേശ്ശെ ഭക്ഷണം മതി. അത് ഞാനും ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. ഭക്ഷണം നമുക്ക് ആവശ്യത്തിനുള്ള എനർജി
നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യത്തിനുള്ള എനർജിക്ക് മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. നമ്മുടെ വയറെന്ന് പറയുന്നത് കടലാകരുത്. നമ്മുടെ വയറെന്താകരുത്? കടലാകരുത്. ഇതെല്ലാം അതിനെ കടലിലോട്ടിടരുത്. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ കുറച്ച് ആഹാരം മതി. നമ്മൾ ആഹാരമാണ് ഏറ്റവും വലിയ മരുന്ന്. ഹല്ലേലൂയ. ഇതെന്നാ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. നമ്മുടെ ആഹാരം ചെറുപ്പം മുതൽ, നമ്മളിപ്പോൾ രോഗികളായിപ്പോയി, ഇനി നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാം എന്നല്ലേ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ ആഹാരം നമ്മൾ ചെറുപ്പം മുതലേ അത് ശ്രദ്ധിച്ചാൽ വരുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യല, പോകത്തില്ല. ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്ന എല്ലാം ശരീരത്തിന് കേടാണ് കേട്ടോ, ഒന്നൊന്നിന് കേടാണ്. സ്തോത്രം. നമ്മുടെ പഴയ ആളുകൾ പനി വന്നാൽ ചെയ്യുന്ന കാര്യം എന്നാ, ഇച്ചിരി തുളസിയും കുരുമുളകും കൂടി ഇട്ട് വെന്ത് കുടിച്ച് 2 ദിവസം പുതപ്പ് പതിച്ച് മൂടിക്കിടക്കും. കിടക്കാത്തവരാണോ നമ്മൾ? കിടക്കും. അതോടുകൂടി അസുഖം എന്ത് ചെയ്യും? മാറും. ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്കും എടുക്കാം. ഇപ്പം ചുമമരുന്ന് കുടിക്കാൻ പോയാലും കേട്ടോ, ചുമമരുന്ന് എഴുതിപ്പോലും ഡോക്ടർമാർ തരികയില്ല. ചുമമരുന്ന് ഇപ്പം കൊടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പം ഈ ആഹാരത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. നമ്മൾ പുതിയ ശരീരത്തിൽ നമുക്ക് ആഹാരം കഴിക്കണം. കാരണം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തോ ആഹാരം കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിക്കുകയും എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുകയും നമ്മൾ ദൈവദൂത തുല്യമാണ്. കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവദൂത തുല്യമാണ്. കർത്താവിൻ്റെ ആ എനർജി നമുക്കുണ്ട്. നമ്മുടെ ദൈവത്തിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ദൂതന്മാർക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ദൂതന്മാർ ഭക്ഷണം കഴിക്കുമായിരുന്നേ മനുഷ്യനെയൊക്കെ പിടിച്ച് തിന്നുമായിരുന്നേ ലോകത്ത് മനുഷ്യരും വല്ലതും കാണുമായിരുന്നോ? ദൂതന്മാർക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിലായിരിക്കുന്ന ജന്തുജീവികൾക്കും മനുഷ്യനുമാണ് ഭക്ഷണം. ഈ ജഡത്തിനാണ് ഭക്ഷണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയമുണ്ട്? ഒരിക്കൽ ശമരിയാക്കാരിയുടെ അടുക്കൽ കർത്താവ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിശന്നിട്ട് ആഹാരം കൊള്ളാൻ പോയതാണ്. ആഹാരം കൊള്ളാൻ പോയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ശമരിയാക്കാരിയോട് ഗുരു ഭക്ഷണം ഭക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു ഇവനെല്ലാവരും കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അപ്പം ദൈവം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കങ്ങനത്തെ ആവശ്യമില്ല. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ഒക്കെ വന്ന ദൂതന്മാർ സത്യത്തിൽ അവർ കഴിച്ചു. അവർ മനുഷ്യവേഷം എടുത്ത് രൂപമെടുത്ത് വന്നതുകൊണ്ടാണ് കഴിച്ചത്. അല്ലാതെ കഴിക്കേണ്ട കാര്യമില്ല അവർക്ക്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിച്ച് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കാനുള്ളവരാണ്, ലോകത്തെ വാഴാനുള്ളവരാണ്. മേശയിലിരുന്ന് ഇസ്രായേൽ ജനം 12 ന്യായം വിധിക്കാനുള്ളവരാണ് ശിഷ്യന്മാർ. 1 കൊരിന്ത്യർ 6:2. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ. അപ്പം മുമ്പേ നമ്മൾ ശിഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ പറയുക വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ ആ ഗണത്തിൽ ആര് പെടും? നമ്മൾ പെടണം. ആ ഗണത്തെ നമ്മൾ പെടണം. വിശുദ്ധന്മാർ ലോകത്തെ എന്തു ചെയ്യും? വിധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരാണോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മൾ ലോകത്തെ ആ ഒരു കാര്യം പോലും നമ്മൾ മറന്നു പോവുക. ചെറിയ കാര്യങ്ങളെ പോലും നമുക്ക് വിധിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ ആ ദർശനത്തിന് മുമ്പ്
ആ 4-ാം അധ്യായം വരുന്നതിന് മുമ്പ് ആദാം മുതൽ കൃപായുഗാന്ത്യം വരെയുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 4 തുടങ്ങുമ്പോഴാണ് ഇവിടെ കയറി വരുവിൻ, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് യോഹന്നാനോട് പറയുന്നത്. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എന്തു ചെയ്യും? മാറ്റപ്പെടും. അതിനു മുമ്പ് ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. അപ്പം ആ നാളിൽ വേദശാസ്ത്രികളുടെ അഭിപ്രായം ആദാം മുതൽ വിശുദ്ധന്മാരായ ആളുകൾ, ഇനിയും വളരെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ യേശു സ്തോത്രം മരിച്ച് പാതാളത്തിലേക്ക് പോയോ? അവൻ ബദ്ധന്മാരെ പിടിച്ച് മുകളിലേക്ക് കയറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അത് മാത്രമല്ല, നോഹയുടെ കാലത്ത് പെട്ടകം പണിയുന്ന സമയത്ത് അനുസരിക്കാതിരുന്നവരോട് പോലും കർത്താവ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു. സംശയമുണ്ടോ? മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു. എന്നാൽ അന്നും വിശ്വാസത്താൽ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യുവീൻ? കൂട്ടുവീൻ. യാഗം കഴിച്ച് നിയമം ചെയ്തവർ എന്ന് വെച്ചാൽ ഈ യാഗം കഴിക്കുന്ന യേശുക്രിസ്തു വന്ന് മരിക്കണമെന്നുള്ളതിൻ്റെ നിഴലായി പൊരുളായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും യേശുവിൽ വിശ്വസിച്ചു. കർത്താവ് പാതാളത്തിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, വിശുദ്ധന്മാർ, കാരണം പാതാളത്തിലേക്ക് പോകാൻ കാരണം എന്നാ? മരണത്തിൻ്റെ അധികാരി ആരായിരുന്നു? പിശാചായിരുന്നു. മരണത്തിൻ്റെ അധികാരിയെ നമ്മുടെ കർത്താവ് തോൽപ്പിച്ചു. മരണത്തിൻ്റെ അധികാരിയെ സ്തോത്രം യേശു കർത്താവ് പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പാതാളത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ മടങ്ങിവരവിൽ സ്തോത്രം അതുവരെയുള്ള ആളുകൾ ഉയർക്കും. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവരാണ് കർത്താവിൻ്റെ മണവാട്ടി കാന്തയുടെ അനുഭവം വരുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. മറ്റുള്ള വിശുദ്ധന്മാർ, യോഹന്നാൻ സ്നാപകൻ പറയുന്നത് പോലെ തൻ്റെ സ്നേഹിതനോ മണവാട്ടിയുടെ ശബ്ദം, മണവാളൻ്റെ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? സന്തോഷിക്കുകയാണ്. അതും പിന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടക്കാതെ ഇരിക്കുമെന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ ആത്മാക്കളെ അല്ലെങ്കിൽ അവരുടെ ദേഹിയെ യാഗപീഠത്തിൻ്റെ വീടേ കണ്ടു. എന്നിട്ട് അവരാണ് കർത്താവിനോട് ചോദിക്കുന്നത്, ഞങ്ങളെ ഭൂമിയിൽ വസിക്കുന്ന ഇവരെ എന്തു ചെയ്യാം, നീ അവരെ വിധിക്കത്തില്ലയോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ചിന്തിക്കണേ, ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം കൊല്ലപ്പെടുന്ന ആളുകൾ. അപ്പോൾ കൊല്ലപ്പെട്ടവരുടെ ആത്മകൾ യാഗപീഠത്തിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ ഇനിയും കൊല്ലപ്പെടാൻ കുറേ പേരൂടെ ഉണ്ട്. അവരൂടെ വന്നു ചേർന്ന് കഴിയുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിലേക്ക് വരുന്നത്. ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണെന്ന് എനിക്കറിയാം. ഞാനിത് പറയുമ്പോൾ ആളുകൾ എനിക്ക് കമൻറ്റ് വരും. ഈ മഹത്വ പ്രത്യക്ഷതയിലേക്ക് വരുമ്പോൾ ഈ സമയത്ത് മരിച്ചു പോയിരിക്കുന്ന സകല വിശുദ്ധന്മാരും എന്ത് ചെയ്യുമെന്നറിയോ? ആ കൂട്ടത്തിൽ വരും. കാരണം കർത്താവ് എന്താ പറഞ്ഞേ? ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ക്ലാസ്സാണ്. അവരോട് എന്ത് ചെയ്യാനാ? ഇനിയും കൊല്ലപ്പെടാനുള്ളവരോട് തീർന്നു കഴിയുമ്പോൾ എതിർക്രിസ്തുവിനെ പിടിച്ചു കെട്ടി കർത്താവ് മഹത്വത്തോടെ വരുമ്പോൾ ഇവർ ഉയർത്തെഴുന്നേക്കും. അവരും ഏത് ഗണത്തിൽപ്പെടുമെന്നറിയാമോ? 1-ാം പുനരുത്ഥാനത്തിൽ.
നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പം. നമുക്ക് ഓണക്കിറ്റ് കിട്ടാറുണ്ട് ആളുകൾക്ക്. അപ്പം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഈ പ്രാവശ്യത്തെ ഓണക്കിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ, ഞാൻ മനസ്സിലാകാൻ പറഞ്ഞാൽ, അപ്പം അതൊരു സ്കീമാണ്. മനസ്സിലായോ? 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ ഞാൻ ഇന്നാളിൽ പോയി അരി മേടിച്ചു. അപ്പോൾ അത് ആ സ്കീമിൽപ്പെട്ട അരി ഞാൻ 2 ആഴ്ച മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി അടിച്ചു നോക്കിയപ്പോൾ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചെന്ന്. എന്നിട്ട് ആ സ്കീമിൽ പറഞ്ഞ കാര്യം ഞാൻ മേടിച്ചു. അതുപോലെ തന്നെ 1-ാം പുനരുത്ഥാനം, അതാണ് എനിക്ക് ദൈവാത്മാവ് തന്ന നിയോഗം. 1-ാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ സ്തോത്രം, സഭയുടെ ആ പുനരുത്ഥാനവും ഈ സ്തോത്രം മോശയും ഏലിയാവും ഒക്കെ ഇവിടെ വിട്ട് വന്ന 3.5 വർഷം കഴിഞ്ഞ് അവരും ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായില്ലേ? അവരാ മരിച്ച യെരുശലേം വീതിയിൽ അവരുടെ ശവം കിടക്കും. 3.5 ദിവസം വരെ കാണും. 3.5 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കാല് നിലത്തൂന്നി അവർ എഴുന്നേറ്റു. അവർ പുനരുത്ഥാനം പ്രാപിച്ചു. അവരിപ്പോൾ ഏത് ശരീരത്തിലാണെന്നറിയാവോ? പുനരുത്ഥാന ശരീരത്തിലാണ്. അവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 പ്രവാചകന്മാർ വരുമ്പോൾ മഹോദ്രവത്തിൻ്റെ മധ്യത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അവർ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിലാണ്. അവരും ഈ മഹോദ്രവകാലത്ത് കൊല്ലപ്പെട്ട വിശുദ്ധന്മാരും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ സ്തോത്രം എന്തു ചെയ്യും? ഉയർത്തെഴുന്നേക്കും. ഇതിനെയെല്ലാം പറയുന്ന പേര് 1-ാം പുനരുത്ഥാനം. ആ സ്കീമിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അന്തരം 7 വർഷമാണ്. വേദപുസ്തകത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന 7 വർഷമാണ്. അപ്പോൾ ആ ഇടയിൽ ഉയർത്തെഴുന്നേക്കുന്നത് വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേക്കത്തുള്ളൂ. ശേഷമുള്ളവർ 1000 വർഷത്തേക്ക് എന്ത് ചെയ്തില്ലെന്നാണ് പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റില്ല. അപ്പോൾ അതാണ് 1-ാം പുനരുത്ഥാനം. പുനരുത്ഥാനത്തെക്കുറിച്ച് അടുത്ത ദിവസം നിങ്ങൾ ഇടയ്ക്ക് ഞാൻ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. കേട്ടേച്ച് പോയാൽ പോരാ, അങ്ങനെ തന്നെയാണോ, എന്നിട്ട് വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ. അപ്പം ആ 1-ാം പുനരുത്ഥാനം എന്ന് പറയുന്ന ഇത്രയും ഗണമാണ്. ഈ പുനരുത്ഥാനത്തെക്കുറിച്ചും സഹസ്രാബ്ദത്തെക്കുറിച്ചും ഇനിയും നമുക്ക് ചിന്തിപ്പാനുണ്ട്. നാം വായിക്കുന്നു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. 2-ാം മരണത്തിന് അവൻ്റെ മേൽ എന്തില്ല? അധികാരമില്ല. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.